മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതിക്ക് വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തില് ബംഗ്ലാദേശികളുടെ വലിയ വരവ് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ്. അനധികൃതമായിട്ടുള്ള കുടിയേറ്റം ബംഗാളിലും അതുപോലെ തന്നെ ഈ വിവിധ നമ്മുടെ ഭാരതത്തിന്റെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലൊക്കെ അവരുടെ വലിയൊരു കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഈ പെരുമ്പാവൂരും അതേപോലെ തന്നെ ആലുവ, പറവൂര് പ്രദേശങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളുടെ പേരിൽ ഒരുപാട് പേര് അങ്ങനെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ദുരിതങ്ങൾ നമ്മൾ ഒരുപാട് അപ്പോ ഇവരെ യഥാർത്ഥത്തില് നമ്മളുടെ മറ്റ് രാഷ്ട്രത്തിലുള്ളവരാണോ, അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ആണോ, അല്ലെങ്കിൽ ബംഗാളികളാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമ്മളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ നമ്മളുടെ പി സുധാകരൻ അവർ പറയും. അപ്പം പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ നമ്മളുടെ തൃശ്ശൂർ ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സജിത്ത്, അതേപോലെ തന്നെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സി ഡി പ്രദീപ് കൂടെ ഈ പത്രസമ്മേളനത്തിലുണ്ട്. എൻ്റെ പേര് പി എൻ അശോകൻ എന്നാണ്. ഹിന്ദു ഐക്യവേദിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഈ സമ്മേളനത്തിന്റെ മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സുധാകർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലും ഈ വലിയ വാർത്തയാണ് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാര്. അത് കൊല്ലം കൊട്ടാരക്കര തൃക്കണ്ണപുരത്തുനിന്ന് ഒരു 13 അംഗ കുടുംബത്തെ, കുട്ടികളടക്കമുള്ള കുടുംബത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇവര് ബംഗാളികളോ ആസാമികളോ അല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവിടെയുള്ള പൗരന്മാര് തൊഴിലിന് വേണ്ടി കേരളത്തിൽ എത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ മറവിൽ ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകള്, റോഹിംഗ്യൻ, അവരൊക്കെ കുടിയേറ്റക്കാരായിട്ട് വന്ന് ഇവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അറിയാറുണ്ട്. പക്ഷെ ഇപ്പോ അത് വലിയൊരു ഭീഷണി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണാനുള്ള കാരണം അവര് വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ വ്യാജ രേഖകൾ തയ്യാറാക്കി അവര് ബംഗാളികളാണ് അല്ലെങ്കിൽ ആസാമികളാണ് എന്നുള്ള വിലാസത്തിൽ ഇവിടെ താമസിക്കുക. ഇപ്പോൾ കൂടുതൽ അത് രൂക്ഷമാവാനുള്ള കാരണം ഈ ബംഗാൾ ഗവൺമെന്റ് ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ തിരിച്ച് ബംഗാളിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി ഒരു ശക്തമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ആ സമയത്ത് അവർ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുക. അപ്പോൾ ഇത് കണ്ടെത്തേണ്ടത്, ഇവിടെ അങ്ങനെ അനധികൃതമായി താമസിക്കുന്ന ആളുകളെ കണ്ടെത്തേണ്ട ചുമതല സർക്കാരുകളുടേതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആളുകൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. മറ്റു ജില്ലയിലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവര് താമസിക്കുന്ന സ്ഥലത്ത് ഇതിൽ യഥാർത്ഥ ആളുകൾ ആരാണ്, ബംഗാളിൽ നിന്നും അതേപോലെ തന്നെ ആസാമിൽ നിന്നൊക്കെ വന്നവർ ആരാണ്. അതേസമയത്ത് ഈ വ്യാജരേഖകൾ തയ്യാറാക്കുന്നത് നമ്മുടെ പല അക്ഷയ സെന്ററുകളിലൂടെയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ അറിയുന്നത് ഈ അക്ഷയ സെന്ററുകൾ തന്നെ അംഗീകാരമില്ലാത്ത അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ ആരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത്? അവർക്ക് ഇവിടെ വന്ന് ഒരു വ്യാജരേഖ തയ്യാറാക്കാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ നിന്ന് ചില ആളുകളെ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു നിഗൂഢമായ പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള മാഫിയകളെ കണ്ടെത്തണം, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം.
അങ്ങനെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താം. ഇനി ലൈസൻസ് ഉള്ള അക്ഷയ സെന്ററുകളിൽ തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം, അത്തരത്തിലുള്ള സാധനങ്ങൾ അടച്ചുപൂട്ടണം. മറ്റൊന്ന്, നമ്മുടെ പ്രധാന ആവശ്യം ഇവരെ ഈ കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ ഇവിടെ നിന്നും തിരിച്ചയക്കാനുള്ള നടപടി എടുക്കണം. അപ്പൊ അത് അതിഥി തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മളുടെ കേരളത്തിലെ വ്യവസായ മേഖല, കാർഷിക മേഖലയൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലഘട്ടം, നവരാത്രി കാലഘട്ടമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളില്ല. കാരണം പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പൊ ഇത് അവരെയും വളരെ ഇവര് പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള ചർച്ചകളും ഇതും അറിയുന്ന സമയത്ത് അവർ യഥാർത്ഥ ബംഗാളികളാണോ, അല്ലെങ്കിൽ ആസാമിൽ നിന്നുള്ള ആളുകളാണോ, അല്ലെങ്കിൽ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ, അതോ മറ്റ് ഈ ബംഗ്ലാദേശികളോ രോഹിംഗ്യകളോ ആണോ എന്നുള്ളത് സാധാരണക്കാരന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും വലിയ ഭീഷണിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരാള് ബംഗ്ലാദേശിലെ അവിടെ ശക്തമായ ഒരു തീവ്രവാദ പ്രവർത്തനം, ഇന്ത്യക്കെതിരെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാള്, അദ്ദേഹം പത്തനംതിട്ടയിൽ എത്രയോ വർഷങ്ങളോളം താമസിച്ച് അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റി താമസിച്ചു എന്ന് പറയും. അപ്പോ ഇത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിന് ശക്തമായ നടപടി ഇതിനെതിരെ എടുക്കണം. അതില് സംസ്ഥാന സായുധ സേന മാത്രമല്ല, അല്ലെങ്കിൽ പോലീസ് സേന മാത്രമല്ല, കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടേണ്ടതുണ്ടെങ്കിൽ NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടണം. ഇത് കേരളത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ, അതേപോലെ തന്നെ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മുടെ മറ്റു മേഖലകളെയൊക്കെ ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി നടപടി എടുക്കണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. ഇപ്പൊ ഹിന്ദു ഐക്യവേദി നമ്മൾ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നമ്മൾ നിവേദനം കൊടുക്കുന്നുണ്ട്. കാരണം കളക്ടർമാരാണ് ഇങ്ങനെയുള്ള ആളുകളെ അതായത് ജില്ലയിൽ കണ്ടെത്തേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവർക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ മറ്റ് തരത്തിലുള്ള ജനകീയ മൂവ്മെന്റുകളിലൂടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതാണെന്ന് പറയാനുള്ളത്. കൊടുക്കുന്നുണ്ട്. DGP, അതേപോലെ മുഖ്യമന്ത്രി ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, നിയമപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മളത് സർക്കാർ ആണ് നടപടി എടുക്കേണ്ടത്. അപ്പൊ സർക്കാരിലേക്ക് ഗവൺമെന്റ്, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, അതേപോലെ DGP, ജില്ലാ കളക്ടർമാര് അവർക്കൊക്കെ നിവേദനം കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ പോകേണ്ടതാണെങ്കിൽ കോടതിയിൽ സമീപിക്കും.